പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പലരും ചോദിക്കാറുണ്ട്, എൻ്റെ മകൻ്റെ പ്രശ്നം മൂലം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ പ്രശ്നം മൂലം ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിലാണ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്. തീർച്ചയായിട്ടും അവർ ഫേസ് ചെയ്യുന്ന അതൊരു അഡിക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാണെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരാനുള്ള ആക്ഷൻ എടുക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ ജീവിതം മാറാൻ, ഈ വ്യക്തിയുടെ അനുഭവം മാറാൻ ഇവരുടെ ഇന്നർ വേൾഡിലും വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഒരു പ്രശ്നം, പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും അതിൻ്റെ കാരണം നമ്മളുടെ ഇന്നർ വേൾഡിൽ തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മളുടെ ലൈഫിൽ, നമ്മുടെ ഇന്നർ വേൾഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു നമ്മളുടെ ഇന്നർ വേൾഡിൽ ആ ഒരു റീറൈറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഔട്ടർ വേൾഡിൽ വരുന്ന മാറ്റം സ്ഥിരമായിരിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര ആക്ഷൻ എടുത്താലും ഓഫ് കോഴ്സ് പുറത്തായിരിക്കും ആ ട്രിഗറിങ് ഫാക്ടർ, അല്ല മറ്റു പലരും ആയിരിക്കും ആ ട്രിഗറിങ് ഫാക്ടർ. എന്ത് തന്നെ ആയാലും ആ ആക്ഷനിലൂടെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരണമെങ്കിൽ, അനുഭവത്തിൽ മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നർ വേൾഡിൽ റീപ്രോഗ്രാമിംഗ് നടത്തുക തന്നെ വേണം. പലപ്പോഴും നമ്മൾ ലൈഫിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള കാരണങ്ങളും സൊല്യൂഷനും നമുക്ക് പുറത്തുള്ള ലോകത്ത് മറ്റു പലരിൽ അല്ലെ സാഹചര്യങ്ങളിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടക്കും. ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം ഏതൊരു പ്രശ്നമാണെങ്കിലും പെർമനൻ്റ് ആയിട്ട് നമുക്കതിനെ മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനൊരു മാറ്റം നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനോ സാധിക്കാതെ വരുന്നത്, ഞാനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കാരണം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഇന്നർ വേൾഡിലാണ്. ആ ഇന്നർ വേൾഡിൽ മാറ്റം, പ്രോഗ്രാമിങ്ങിൽ മാറ്റം വരുത്താതെ, ആ കാരണം അത് ചിലപ്പോൾ എൻ്റെ ഒരു വിശ്വാസമാകാം, അല്ലെ എൻ്റെ ഒരു ചിന്തയാകാം, അത് അവിടെ സ്ഥായിയായിട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സഡനായിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ പുറത്തെടുത്ത് കളയാതെ, അത് മാറ്റാതെ അത് ഹിഡൻ ആയിട്ട് കിടക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എൻ്റെ ഔട്ടർ വേൾഡിൽ ഒരു പെർമനൻ്റ് ചേഞ്ച്, എൻ്റെ അനുഭവങ്ങളിൽ ഒരു പെർമനൻ്റ് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. സോ നമ്മളുടെ പ്രശ്നമായാലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരിലൂടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമായാലും സ്ഥിരമായിട്ടൊരു മാറ്റം, പെർമനൻ്റ് ചേഞ്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഇന്നർ വേൾഡിലാണ്, നമ്മുടെ റിയാലിറ്റിയിലാണ്. എന്താണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ ഈ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ എവിടെ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആ അടിസ്ഥാനത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് ആ വിശ്വാസം അല്ലെങ്കിൽ എന്ത് തന്നെ ആ കാരണമായാലും അത് കണ്ടെത്തി അതിനെ റീവയർ ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ പുറം ലോകം അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ഔട്ടർ വേൾഡിലെ ഒരു പെർമനൻ്റ് ചേഞ്ച് കൊണ്ടുവരാനും അത് സ്ഥിരമായി അല്ലെങ്കിൽ അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താനും സാധിക്കുകയുള്ളൂ. പലപ്പോഴും ആളുകൾക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കാറില്ല, തിരിച്ചറിയാൻ സാധിക്കാറില്ല. പലപ്പോഴും ആളുകൾ മറ്റ് പല സൊല്യൂഷൻ, ആ പുറത്തുള്ള പ്രശ്നത്തെ പൂർണ്ണമായിട്ടും തീർക്കാൻ സൊല്യൂഷൻ തേടി നടക്കുകയും യാതൊന്നും ഫലവത്താകാതെ വരുമ്പം തിരിച്ച് വീണ്ടും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വരികയും ചെയ്യാറുണ്ട്. ഇവിടെ നടക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ അത് നമുക്ക് സൂചി കൊണ്ടെടുക്കാം, നമ്മൾ ആ എടുക്കേണ്ട സമയത്ത് എടുത്തില്ല, പിന്നെ നമ്മളത് തൂമ്പോണ്ട് എടുക്കേണ്ടി വരും. അവിടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങൾ, അല്ലാതെ അതിലും സ്ട്രഗിൾ ചെയ്ത് നമ്മളതിനെ കറക്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ സഫറിങ് ആണ് കൂടുന്നത്. ഒരു പ്രശ്നം പ്രൊലോങ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുമ്പം അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടും, അതിൻ്റെ പ്രശ്നങ്ങൾ കൂടും. സോ എത്രയും വേഗം നമ്മൾ തിരിച്ചറിയുമ്പം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക, മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ട് നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം. സോ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണത്തിൽ വർക്ക് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ഷമയോടെ ആ പ്രോസസ്സിൽ നിലനിന്ന് പൂർണ്ണമായും അതിനെ നമ്മുടെ ഇന്നർ വേൾഡിൽ നിന്ന് മാറ്റി എഴുതാൻ, ഇന്നർ റീവയറിങ്, മൈൻഡ് എൻജിനീയറിങ് ഇത് ചെയ്യാനും അതിലൂടെ നമ്മുടെ ഔട്ടർ വേൾഡിൽ ഒരു പെർമനൻ്റ് ട്രാൻസ്ഫോർമേഷൻ വരുത്താനും നമ്മൾ തന്നെ ശ്രമിക്കണം. പുറത്തുനിന്ന് ആരും വന്ന് നമുക്കത് ചെയ്തു തരില്ല. സോ എൻ്റെ ജീവിതം മാറണമെങ്കിൽ ഞാൻ തന്നെ ആക്ഷൻ എടുക്കണം.